എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയത്ത് നമുക്ക് ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്കൊരു വീട് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. നമുക്ക് ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 3,900 നമുക്ക് സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് വലിയൊരു കാറിലുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ വില്ലക്കത്തുള്ള ഏകദേശം ഇവിടെ വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾ താമസവും ഉണ്ട്. നമുക്ക് ഈ വില്ലക്കത്ത് 37 ലക്ഷം മുതൽ നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 BHK. അപ്പോൾ നമുക്ക് പിന്നെ ഒരു 4 വീട് നമുക്ക് ഈ വില്ലക്കത്ത് സെയിലുണ്ട്. ബാക്കിയുള്ള എല്ലാ വീടും നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾ താമസം ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ഫ്രണ്ടൊക്കെ നല്ല ഗുഡ് ഡിസൈനിലാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ടെസ്റ്റർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ ടൈലൊക്കെ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റ് വന്നിട്ട് നമ്മുടെ ഒരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. നമുക്കൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് കിണർ വന്നിട്ട് ഫ്രണ്ടിലാണ്. അതുപോലെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഫ്രണ്ടിൽ ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് തമ്പാനൂർ 12 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ വേണ്ടി 15 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീട് ചോദിക്കുന്ന വാസ്തു പ്രകാരമാണ്. അതുപോലെ നമുക്കിത് പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 38 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിരിക്കുന്ന നമ്മൾ ടെസ്റ്റർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മുടെ പ്രൊഫൈലായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ കൊത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. നമുക്ക് പ്ലാവാണ്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്ന നമ്മൾ ഹാളാണ്. ഹാളിൽ നമ്മുടെ TV യൂണിറ്റ്, നമുക്ക് ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. നമ്മുടെ ഹാളിൽ 4 സീലിംഗ് ഒക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫാമിലി ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റോറേജ്, നമുക്ക് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ ഹാളൊക്കെ നല്ല വലിയൊരു ഹാളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. നമുക്കിവിടെ ഇനി പെയിൻറ്റിങ് വർക്ക്, നമ്മുടെ അക സൈഡും അതുപോലെ തന്നെ ഹൗസ് സൈഡും നമുക്ക് പെയിൻറ്റിങ് വർക്കുണ്ട്. നമുക്ക് മതിൽ പെയിൻറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഗേറ്റും കാര്യങ്ങളും പെയിൻറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് അതുപോലെ തന്നെ അകത്ത് അപ്പോസിറ്റ് വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമുക്കിവിടെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വാഷ് ബേസും വരുന്നത്. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വാഷ് ബേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മളൊരു സെപ്പറേറ്റ് പോർഷൻ തിരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ കബോർഡിൽ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്ക് ഈ കബോർഡിൽ ഫോട്ടോയും അതേപോലെ ഫ്ലവറും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പോർഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷൻ, നമ്മുടെ ഹാളിൽ നിന്ന് ഡൈനിങ് സെക്ഷൻ തിരിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെയും വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോട്ടോയും അതുപോലെ തന്നെ ഫ്ലവറും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൽ ചെറിയ സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം വന്നിട്ട് 10ക്ക് 11 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ അത്യാവശ്യക്കാർക്ക് കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഫിറ്റിംഗ്സിനെ ഉപയോഗിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് നമുക്ക് 9ക്ക് 11 നമ്മളെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാളിൽ നിന്ന് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് നമുക്ക് 8ക്ക് 11 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇത് നമ്മുടെ കിഡ്സിന് വേണ്ടിയുള്ള ഒരു ബെഡ്റൂം ആയിട്ടാണ് നമ്മുടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ വീഡിയോ കൂടെ നമ്മളിപ്പോൾ ഓട്ടിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യം താഴെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ, നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ഓപ്പൺ കിച്ചണിൽ നമുക്ക് ഫ്ലോർ ടൈലൊക്കെ നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ അപ്പോസി വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ കിച്ചണൊക്കെ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കിച്ചണിൻ്റെ ബാക്കിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡ് വരുന്നത് നമുക്ക് അത്യാവശ്യം വലിയൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റൊക്കെ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ നനകല്ലും വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 3,900 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നത്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമുക്ക് ഇതൊരു വലിയൊരു വില്ലയാണ്. നമുക്ക് ഈ വില്ലയ്ക്കകത്ത് നമുക്ക് ഇനി 37 ലക്ഷം മുതലുള്ള നമുക്ക് വലിയ വീടുകൾ വേറെ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 37 ലക്ഷത്തിൻ്റെ നമുക്കൊരു 4 വീട്, 37-38 ഒരു 4 വീട് നമുക്ക് ഈ വില്ലയ്ക്കകത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലൊരു വീടാണ് ഈ വീട്. അപ്പോൾ ഈ വീട് നിൽക്കുന്നത് നമുക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് നിൽക്കുന്നത്. നമുക്ക് വാസ്തുപ്രകാരമാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിംഗ് വർക്ക് കുറച്ചൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 12 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 15 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത് എന്തായാലും നമുക്ക് പുതിയൊരു ലോ ബഡ്ജറ്റ് വീടായിട്ട് കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.